ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കാടിനുള്ളിലൂടെ അച്ചൻകോവിലേക്കൊരു യാത്ര പോകാം. പുനലൂരിൽ നിന്ന് രാവിലെ 11:30 അച്ചൻകോവിലേക്കുള്ള KSRTC ബസ് ഉള്ളത്. അലിമുക്ക് വഴിയാണ്, പുനലൂർ അലിമുക്ക് വഴിയാണ് ഞങ്ങൾ അച്ചൻകോവിലേക്ക് യാത്ര പോയത്. പോകുന്ന വഴി വഴി നല്ല മോശമാണ്. പലയിടത്തും റോഡുകൾ കാണാൻ പോലുമില്ല. കുറേ കൈത കൃഷികൾ കാണാൻ സാധിച്ചു. ഇത് റബ്ബർ പ്ലാന്റേഷനാണ്. കുറേ ദൂരത്തോളം കൈതകൃഷികൾ കാണാൻ സാധിക്കും. വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു കാടിനുള്ളിലൂടെ, അതും നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ. കുറേ ദൂരം വീടുകളോ കടകളോ മറ്റോ ഒന്നുമില്ല. 2-3 അമ്പലങ്ങൾ കാണാൻ സാധിച്ചു. റോഡിന് സമാന്തരമായ ഒരു വശത്ത് നമ്മുടെ അച്ചൻകോവിലാറാണ് ഒഴുകുന്നത്, വേറെ സൈഡിൽ ഫോറസ്റ്റാണ്. കാടിൻ്റെ നിശബ്ദതയിൽ അരുവികളുടെ വെള്ളം വരുന്ന ഓളങ്ങളും മയിലിൻ്റെ കരച്ചിലുമൊക്കെ നല്ലതുപോലെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു അച്ചൻകോവിലേക്ക് ഞങ്ങൾക്ക്. റോഡിൻ്റെ നടുക്കൂടി അരുവികൾ ഒഴുകുന്നിടമുണ്ട്. 2-3 സ്ഥലങ്ങളിൽ എനിക്കിത് കാണാൻ സാധിച്ചു. ഈ വഴി KSRTC ബസ് സർവീസുണ്ട്. പുനലൂരിൽ നിന്നും, ചെങ്കോട്ടയിൽ നിന്നും, പത്തനംതിട്ടയിൽ നിന്നും എല്ലാം ഉണ്ട്. നമ്മുടെ ആനവണ്ടിയിലെ കണ്ടക്ടർ ചേച്ചിയും ഡ്രൈവർ ചേട്ടനും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരോടും സംസാരിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തത്. നമ്മളൊരു 1:30 അച്ചൻകോവിൽ ചെന്നു. ഒരു അമ്പലവും 2-3 ചെറിയ കടകളും ഒരു സ്കൂളും ഒരു PWD ഗസ്റ്റ് ഹൗസും ക്യാൻറ്റീനും ഒക്കെ ഉണ്ട് അവിടെ. ഒരു വികസനമില്ലാത്ത ഒരു ചെറിയ ഗ്രാമം പോലെയായിരുന്നു. നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. ആ മലകൾക്കപ്പുറം മേക്കരയാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ് അച്ചൻകോവിൽ വഴി ഉള്ള യാത്ര. ഇവിടുത്തെ സ്കൂളാണ്, LP സ്കൂളാണ്. ആനയെ കാണാമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ആനയെ കാണാൻ സാധിച്ചില്ല. തലേദിവസം അവിടെ ആന ഇറങ്ങിയതായി അറിയാൻ സാധിച്ചു. പോകുന്ന വഴിയിൽ മയിലുകളെയൊക്കെ കണ്ടു. അങ്ങനെ 5 മണിക്ക് ഞങ്ങൾ തിരിച്ച് ഇതേ ആനവണ്ടിയിൽ തിരിച്ച് പുനലൂരിലേക്ക് പോന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.